എല്ലാ മാന്യ പ്രേക്ഷകർക്കും GAV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹോം തിയേറ്ററിൽ ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞതായിരുന്നു. ആംപ്ലിഫയർ വേണം, പ്രൊജക്ടർ വേണം, അല്ലെങ്കിൽ TV വേണം, സോഴ്സായിട്ട് ബ്ലൂറേ പ്ലെയർ വേണം, അതല്ലെങ്കിൽ ഒരു മീഡിയ പ്ലെയർ വേണം, ഇനി അതല്ലെങ്കിൽ ഒരു ഡിവൈസ് ആപ്പിൾ TV പോലത്തെ ഒരു ഡിവൈസ്, അല്ലെങ്കിൽ ആമസോൺ ഫയർ സ്റ്റിക്ക് പോലത്തെ ഒരു ഡിവൈസ് വേണം. ഇതൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. പക്ഷേ നമ്മൾ സംസാരിക്കാത്ത മറ്റൊരു വശം ഉള്ളത് ഈ എക്യുപ്മെൻറ്റ്സിനൊക്കെ എങ്ങനെ നമുക്ക് സേഫ് ഗാർഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പം നമുക്ക് ഏവർക്കും അറിയാം, പിന്നെ ഇന്ത്യയിൽ പൊതുവെ ഉള്ള വോൾട്ടേജ് 210 മുതൽ 240 അതിനിടയിലാണ്. പക്ഷേ പല സ്ഥലത്തും ഈ വോൾട്ടേജ് സ്ഥിരമായിട്ട് ഒരേ ലെവലിൽ ഉണ്ടാവാറില്ല. പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യാൻ, പെട്ടെന്ന് സ്പൈക്കപ്പും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എക്യുപ്മെൻറ്റ്സ് ഡാമേജ് വരാതിരിക്കാൻ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് ആദ്യത്തെ ഡിവൈസാണ് സർജ് പ്രൊട്ടക്ടർ. സർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇതാണ്, സ്പൈക്ക്, അപ്സ് ആൻഡ് ഡൗൺസ്, ഒരു ലീനിയറിറ്റി അല്ലെങ്കിൽ ഒരു സമാനത ഇല്ലാത്തൊരവസ്ഥ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ സ്ഥലത്തൊക്കെ പെട്ടെന്ന് കറണ്ട് ഡ്രോപ്പ് ചെയ്യാറുണ്ട്, പെട്ടെന്ന് അതുപോലെ തന്നെ കറണ്ട് കൂടി വരാറുണ്ട്, സ്ഥിരമായിട്ട് കറണ്ട് പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഒരു സർജ് പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതായത് പെട്ടെന്ന് വോൾട്ടേജ് കൂടി വരികയാണെങ്കിൽ ഈ പറഞ്ഞ സർജ് പ്രൊട്ടക്ടർ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല പിൻസും ഒരേ സമയത്ത് കുത്താൻ പറ്റുന്ന ഒരു ബോക്സർ നീണ്ടൊരു സാധനമാണ് ഈ സർജ് പ്രൊട്ടക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സർജ് പ്രൊട്ടക്ടറിനുള്ളിൽ ഒരു ഫ്യൂസ് ഉണ്ടാവും. അപ്പോൾ വോൾട്ടേജ് അഥവാ വല്ലാണ്ട് ഹൈ ആയിട്ടുണ്ടെങ്കിൽ ആ ഫ്യൂസ് കരിഞ്ഞു പോവുക ചെയ്യുക. അങ്ങനെ ആ ഫ്യൂസ് കരിഞ്ഞിട്ട് നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സിനെ അത് എന്താ പറയുക, രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സർജ് പ്രൊട്ടക്ടർ കൊണ്ടുള്ള ഉദ്ദേശം. രണ്ടാമത്തെ ഡിവൈസാണ് UPS കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. കമ്പ്യൂട്ടറിൻ്റെ UPS എടുത്തിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ആംപ്ലിഫയറിനും പിന്നെ സ്പീക്കേഴ്സിനും സബിനൊന്നും എടുത്ത് കൊടുക്കരുത്. രണ്ട് ഉപയോഗത്തിനാണ്. ഞാൻ ഉപയോഗിക്കുന്നത് APC എന്ന് പറഞ്ഞ കമ്പനിയുടെ 1.5 കിലോ kV ആണെന്ന് തോന്നുന്നു, 1.5 kVയുടെ UPS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ UPSൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, അതിനുള്ളിൽ ഇൻബിൽട്ട് ഒരു ബാറ്ററി ഉണ്ട്. അപ്പം നിങ്ങൾ പവർ ഓൺ ആക്കുമ്പോൾ ആ ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ചെയ്യും. രണ്ടാമത്തത്, അതിനുള്ളിൽ തന്നെ സ്റ്റെബിലൈസറും ഉണ്ട്. ഇനി അഥവാ പവർ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പവർ കൂടുകയും ചെയ്യണം, അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുകയും, ഇനി അഥവാ ബൈ ചാൻസ് കറണ്ട് പോവുകയാണ്, എൻ്റെ ഇവിടെയൊക്കെ പ്രത്യേകിച്ചുള്ള സംഭവമാണ്, ഒരു ദിവസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും കറണ്ട് പോകും. അത് കൃത്യം സിനിമ കാണുന്ന സമയത്ത് തന്നെ അത് പോകും. ഓക്കെ, അത് എൻ്റെ ഇവിടെ വീട്ടിലത്തെ പ്രത്യേകതയാണ്. ഒരു 4 പ്രാവശ്യമെങ്കിലും കറണ്ട് പോകും. അപ്പോൾ ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ ക്ഷമിക്കണം, UPS ഉള്ള സ്ഥിതിക്ക്, അതിൽ ബാറ്ററിയിൽ ബാക്കപ്പ് ഉള്ള സ്ഥിതിക്ക് പെട്ടെന്ന് മീൻസ് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഓഫ് ആവാതിരിക്കുകയും, ഇപ്പോൾ ആമ്പൊക്കെ അത്യാവശ്യം നല്ല വോളത്തിൽ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഓഫായി പെട്ടെന്ന് ഓൺ ആയി വേണ്ടി കപ്പാസിറ്റർ അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് പ്രൊജക്ടറിലെ ലാമ്പ് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് കൂൾ ഡൗണും വാമപ്പും ചെയ്യാൻ കുറച്ച് സമയം വേണം. പ്രത്യേകിച്ചും ബൾബ് ആണ് അതിൻ്റെ സോഴ്സ് എങ്കിൽ, ലാമ്പ് ഉപയോഗിക്കുന്ന ലാമ്പ് ഉപയോഗിക്കുന്ന പ്രൊജക്ടേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ചും അതിന് കൂൾ ഡൗൺ ചെയ്യാനും വാമപ്പ് ആവാനും സമയം എന്തായാലും വേണം. ഓക്കെ, പെട്ടെന്ന് ഓഫ് ചെയ്ത് പിന്നെ അപ്പം തന്നെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബൾബൊക്കെ അടിച്ചു പോകും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോവുകയാണെങ്കിൽ ഈ UPSൽ നിന്ന് ബാക്കപ്പ് ഉണ്ട്. ഒരു 10 മിനിറ്റ് കിട്ടും. ഈ 10 മിനിറ്റ് ധാരാളമാണ് നിങ്ങളുടെ പ്രൊജക്ടർ സ്വിച്ച് ഓഫ് ചെയ്യാനും ആമ്പ് സ്വിച്ച് ഓഫ് ചെയ്യാനും ബാക്കി എല്ലാ ഡിവൈസസും സ്വിച്ച് ഓഫ് ചെയ്യാനും. അത്തരത്തിൽ അതിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഡിവൈസാണ്, അത് ഇവിടെ ഇന്ത്യയിൽ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതായത് കറണ്ടിനെ ഒന്നും കൂടി റിഫൈൻ ചെയ്തിട്ട് നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സിലേക്ക് അയക്കുന്ന ഒരു സംവിധാനമാണ്. അതിന് പറയുന്നത് മൂന്നാമത്തെ ഡിവൈസാണ് പവർ കണ്ടീഷണർ. നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിന്ന്
പവർ ഉൽപ്പാദിപ്പിക്കുന്നു. അതിന് പല പിന്നെ ടവേഴ്സ് വെച്ചിട്ട് ലൈൻ മുഖാന്തരം പല സ്ഥലത്തേക്ക് അത് അയക്കുന്നു. അതിന് നടുവിൽ പല ട്രാൻസ്ഫോമേഴ്സും വെച്ചിട്ടാണ് ഈ പവറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, പല വീട്ടിലേക്കും അയക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല സോഴ്സ് കൂടെയും അത് പിന്നെ ഇലക്ട്രിസിറ്റി റൺ ചെയ്തിട്ടാണ് ഫൈനലി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ ചില അനോമലീസ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഡിസ്റ്റോർഷൻസൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്റ്റോർഷൻസൊക്കെ വരുന്ന പവറിനെ ഒന്ന് നീറ്റാക്കിയിട്ട് ഒന്നും കൂടി അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള പവർ, പക്ക ആയിട്ടുള്ള പവർ മാത്രം നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സിലേക്ക് അയക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. പക്ഷെ അത് ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ അവൈലബിൾ അല്ല. ആകെ 3-4 കമ്പനീസ് ഉള്ളത് തന്നെ പുറത്തുനിന്ന് എത്തിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പവർ കണ്ടീഷണേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ആൻഡ് വളരെ കോസ്റ്റ്ലിയും കൂടിയാണ്. അപ്പോൾ ബേസിക്കലി ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്വിപ്മെൻറ്റ്സിനെ ഈ പറഞ്ഞ ഡാമേജിൻ്റെ ഇലക്ട്രിക്കൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ടുണ്ടാകുന്ന ഡാമേജിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഏവർക്കും ഇൻഫോർമേറ്റീവായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ ജോർജ് സൈനിങ് ഓഫ്. ബൈ.